അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നാം ഏറ്റവും ശ്രേഷ്ഠമായൊരു ദിവസത്തിലാണല്ലോ നിലകൊള്ളുന്നത്. അറഫ ദിവസമാണ്. ഹാജിമാരെല്ലാവരും അവരുടെ ഹജ്ജിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു കർമ്മമായ അറഫയിൽ നിൽക്കുന്ന സന്ദർഭം. അല്ലാഹു തആല ഏറ്റവും കൂടുതൽ മനുഷ്യരെ നരകമോചനം നടത്തുന്ന ദിവസം. റഹ്മാനായ റബ്ബ് അവൻ്റെ അടിമകൾ അറഫയിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന ദിവസം. ഈ ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. ഹാജിമാർ അറഫയിൽ നിലകൊള്ളുന്ന ആ സമയത്ത് ഈ പ്രാർത്ഥന ധാരാളമായി അധികരിപ്പിക്കാൻ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മളെല്ലാവരും നിരന്തരം നമ്മുടെ ജീവിതത്തിൽ ചൊല്ലുന്ന, ഓരോ നമസ്കാര ശേഷവും ചൊല്ലുന്ന, ഓരോ പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നമുക്കറിയാവുന്ന സുപരിചിതമായൊരു പ്രാർത്ഥനയാണ്. അള്ളാഹുവിൻ്റെ തൗഹീദ് വിളിച്ചോതുന്ന, തൗഹീദിൻ്റെ പ്രഖ്യാപനമായ ഒരു പ്രാർത്ഥന. ഈ പ്രാർത്ഥനയുടെ മഹത്വങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ ധാരാളം മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. 10 തവണ ചൊല്ലിയാൽ, അതല്ല 100 തവണ ചൊല്ലിയാൽ എല്ലാം പുണ്യങ്ങളുണ്ട് അതിന്. എന്നാൽ അത് അറഫ ദിവസത്തിലാകുമ്പോൾ, ആ അറഫ ദിവസത്തിൽ റഹ്മാനായ റബ്ബ് അവൻ്റെ അടിയാറുകളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഒരു ദിക്റാണ്, ഓർക്കാൻ പറഞ്ഞൊരു ദിക്റാണിത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല. വഹ്ദ, അവൻ ഏകനാണ്. ലാ ശരീക ലഹു, അവന് പങ്കുകാരായിട്ട് ആരും തന്നെയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക്, അള്ളാഹുവിനാണ് എല്ലാവിധ അധികാരങ്ങളും. വലഉൽ ഹംദ്, അവനാണ് സർവസ്തുതിയും. ലഹുൽ മുൽക്കു വലഉൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവനാണ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവനാണ് ആ റബ്ബ് എന്ന് പ്രഖ്യാപിക്കുന്ന, റബ്ബിൻ്റെ റുബൂബിയത്ത് വിളിച്ചോതുന്ന, ഉലൂഹിയത്ത് വിളിച്ചോതുന്ന ആ ഒരു പ്രാർത്ഥന അറഫ സംഗമത്തിൽ, അറഫ മൈതാനിയിൽ ഓരോ ഹാജിയുടെയും അധരങ്ങളിൽ നിന്ന് ഉയരേണ്ടതാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ, ഈ പ്രാർത്ഥനകൾ അത്തരം സന്ദർഭങ്ങളിൽ അതല്ലാത്ത പ്രാർത്ഥനകളും ധാരാളമായി അധികരിപ്പിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നരകമോചനം നമുക്ക് നൽകിയ ഒരു ദിവസമാണ് അന്ന്. ധാരാളം അള്ളാഹുവിൻ്റെ അടിമകളെ നരകമോചനം നടത്തപ്പെടുന്ന ദിവസമാണത്. അതുകൊണ്ട് നിരന്തരമുള്ള അർത്ഥനകൾ, പ്രാർത്ഥനകൾ റബ്ബിലേക്ക് ഉയരുക. റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആ ഒരു അറഫ ദിനത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ സ്വർഗീയ പൂന്തോപ്പിൽ നമ്മളെ എല്ലാവരെയും റഹ്മാനായ റബ്ബ് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.